ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിതാ ലീവുള്ള ദിവസം ഇട്ടാൽ മക്കൾക്കൊന്ന് സ്കൂളില്ലാന്ന് അറിയിച്ചാണ്. അപ്പോൾ രാവിലെ തന്നെ ഇതാ കുട്ടികൾക്ക് ചായയും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. സമയം എത്ര കാണിച്ചു കേട്ടോ. അപ്പോൾ ചായ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും രാവിലെ 7 മണി 8 മണിയൊക്കെ കിടന്നിട്ടാവുന്നില്ല കേട്ടോ. 10:30 മണി ആയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർ എണീറ്റ് വന്നപ്പോൾ തന്നെ 10 മണി ആയിട്ടുണ്ട്. രാത്രി ഇന്നലെ കിടക്കാൻ നേരം വൈകുന്നത് എല്ലാവരും കൂടി പിന്നെ ഇവരെല്ലാവരും കൂടി റൂമിൽ കിടന്നിട്ടാ. പിന്നെ എന്നിട്ട് പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസും പരിപാടി രാത്രി 2 മണിക്കൊക്കെ കിടന്നിട്ടുണ്ട് കേട്ടോ. അതാണ് എണീക്കാനും നേരം വൈകുന്നുണ്ട്. രാവിലെ 10 മണിക്ക് എണീറ്റിട്ട് ഇപ്പോൾ ചായ കുടിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞാണ്ട് നേരെ ടിവിൻ്റെ മുന്നിൽ പോയിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ആട്ടിപ്പോയിപ്പിച്ചിട്ട് മുറ്റത്ത് കയറിയിട്ട് ഒരു ബോളും കൊടുത്ത് കണ്ട് മുറ്റത്ത് പോയി കളിച്ചോളിയാണ് കേട്ടോ. ചെറിയൊരു ചാറ്റൽമഴ ഉണ്ട്. പണി കിട്ടുമോ അറിയില്ല. ചാറ്റൽമഴ കൊണ്ടാൽ പേടിയാണ്, ജലദോഷം പനിയൊക്കെ വരും. ഏതായാലും ആ ടിവിൻ്റെ മുന്നിൽ നിന്നും ടാബിൻ്റെ മുന്നിൽ നിന്നൊക്കെ എണീപ്പിച്ച കേട്ടോ. നമുക്ക് തറവാടിൻ്റെ പണി എന്തായിരുന്നു പോയി നോക്കാം. തറവാട് തന്നെ ഇട്ടാ കണ്ടില്ല, എൻ്റെ മുറ്റത്തിൻ്റെ ഇത്തന്നെ തറവാട് ഇട്ടാ. അവരെ കിച്ചണാണ് കണ്ടിട്ട്. നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്ക് അവർക്ക് കിച്ചണാണ് വന്നിട്ടുള്ളത്. അത് കിച്ചൺ ഭാഗമാണ്. എൻ്റെ കിച്ചൺ ഇവിടെ അതാ ബാക്കിൽ ഈ സൈഡിൽ അവിടെ ഓൾക്ക് സിറ്റ് ഔട്ടാണ് വന്നിട്ട്. നേരത്തെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വീട് കിടക്കുന്നത്. ഇപ്പോൾ രണ്ടും കൂടി ഇട്ടാ. രണ്ട് ബാക്ക് കൂടി പിന്നെ ഫ്രണ്ട് കൂടി പിന്നെ റോഡ് പോകുന്നുണ്ട്. റോഡ് സൗകര്യം രണ്ട് സൈഡിൽ കൂടി ഉണ്ട്. പക്ഷേ ഒരു വീടിൻ്റെ കെടുപ്പ് അങ്ങനെ ആയിപ്പോയി. അപ്പോൾ തറവാട് ആദ്യം ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൊരു പ്ലാനൊന്നും ഇല്ല ഇനി അന്ന്. അതുകൊണ്ടാണ് പിന്നെ എൻ്റെ വീടിൻ്റെ പിന്നെ സിറ്റ് ഔട്ട് അങ്ങോട്ട് തിരിച്ചത്. പിന്നെ വന്ന പ്ലാനാണ് ഇതൊക്കെ ഇങ്ങനെ. അപ്പോൾ ഇത് അവരെ ഫ്രണ്ട് ഇതാ അങ്ങനെ സെറ്റോട്ട് വന്ന് കിടക്കുന്നത്. ഇവിടെയാണ് മതിലിൻ്റെ പണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ തന്നെ മതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നായകളുടെ ശല്യം നല്ല ഉണ്ട് കേട്ടോ. നായകളുടെ ശല്യം നല്ല ഉണ്ട്. രാത്രി മഗ്‌രിബിന് ശേഷം അതേപോലെ അതിരാവിലെയൊക്കെ നമുക്ക് മുറ്റത്ത് ഇറങ്ങാൻ പേടിയട്ടാ. പിന്നെ കുട്ടികൾ സ്കൂൾക്ക് പോകുന്ന സമയമൊക്കെ ഞങ്ങൾ ഒപ്പം നിൽക്കില്ല. കാരണം നായ്ക്കൾ കാണാൻ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടാ. രാത്രി മഗ്‌രിബിന് ശേഷം ഒന്നും പിന്നെ ഇറങ്ങാൻ പറ്റില്ല. ഭയങ്കര ഒച്ചപ്പാടട്ടെ വീണ്ടും ഉള്ളിൽ നിന്നൊക്കെ. ഇത് സ്വിമ്മിംഗ് പൂളാട്ടോ. മുറ്റത്താണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. അതിന് മേലെ കാർഷെട്ടൊക്കെ വരുന്നുണ്ട്. അണ്ടർഗ്രൗണ്ടിലാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത് കേട്ടോ. പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഇപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ട്. അനിയൻ്റെ കല്യാണം ഉണ്ട്. എൻഗേജ്മെൻറ്റെല്ലാം കഴിഞ്ഞിട്ടുള്ളൂ. എൻഗേജ്മെൻറ്റിൻ്റെ ഇവിടെയൊക്കെ മുട്ടിനല്ലോ. അപ്പോൾ ഇനി നിക്കാഹും കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പണിയൊക്കെ തീർക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തകൃതിയായിട്ട് പണിയൊക്കെ നടക്കുന്നുണ്ട്. വീടിൻ്റെ ഉള്ളിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ നടുമുറ്റാണ് കേട്ടോ. ഇവിടെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് നടുമുറ്റുള്ള വീട് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ തന്നെ ഒരു നടുമുറ്റം വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കണ്ടില്ല ഗ്ലാസ് ഇടാൻ വേണ്ടിയിട്ട് 2 റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് ഇപ്പോൾ ഏതായാലും വലിയ കാര്യമൊന്നുമില്ല. എന്നെ ഹണി കണ്ടില്ല അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. ആ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് നല്ലൊരു ഹോം ടൂർ തന്നെ ചെയ്യട്ടെ നമുക്ക് ഇൻഷാ അല്ലാഹ്. മാർബിളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല വൈറ്റാണ് ഇട്ടിട്ട്, ഫുൾ പ്യുവർ വൈറ്റാണ് ഇട്ടിട്ടുള്ളത്. ഇത് ലിഫ്റ്റാണ് കേട്ടോ ഇവിടെ വരുന്നത് ഈ സൈഡിൽ. ഏതായാലും ഞാനിപ്പോൾ ഇനി പിന്നെ കാണിക്കാം. ഇപ്പോൾ ഇങ്ങനെ കാണിച്ച് കാണില്ലല്ലോ. അപ്പോൾ ഞാനിതാ ഒന്ന് ഹിജാബൊക്കെ നമ്മൾ ഷോളൊക്കെ ഒന്ന് ചുറ്റിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് പാരൻറ്റിങ് ടിപ്സ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. കുറച്ച് പാരൻറ്റിങ് ടിപ്സ് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനത്തെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പോൾ ചില വീഡിയോ ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഹായ്, മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം ക്യാമറ വെറുതെ ഓണാക്കിയത് കേട്ടോ. നമ്മൾ ഈ കുട്ടികളൊക്കെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ കുട്ടികളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. അതേപോലെ ഞാൻ ഇടയ്ക്ക് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ എങ്ങനെ ചെയ്യുന്നു കുട്ടികളൊക്കെ വെച്ചിട്ടുള്ളതെന്ന് കേട്ടോ. മിക്കവാറും എല്ലാവർക്കും ഈ ഒരു കുട്ടി 2 കുട്ടികളൊക്കെ കാര്യം മക്കളെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് അതിലൊരു എക്സ്പേർട്ട് ആയിട്ടില്ല, ഒരു പ്രാക്ടീസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് കുട്ടിയാകുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. രണ്ടാമത്തെ കുട്ടിയാകുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ 3, 4, 5 ഒക്കെ ആകുമ്പോൾ പിന്നെ അതൊരു വിഷയമല്ല. അതുകൊണ്ട് എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. എൻ്റെ കാര്യം അങ്ങനെ തന്നെ. എനിക്ക് 4 പേരാണല്ലോ ഉള്ളത്. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. കാരണം അവരുടെ കാര്യങ്ങളെല്ലാം അവർ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അവർ ബേസിക്കായ കാര്യങ്ങളൊക്കെ അവർ ഗ്രൂപ്പായിട്ട് തന്നെ ചെയ്യും. ഗ്രൂപ്പായി അവരുടെ കാര്യങ്ങൾ അറിയുമ്പോൾ ഒന്നുമില്ല. അവർ കുളിക്കൽ, അവരെ ബുക്ക് ടൈനർ കൊടുത്തക്കൽ, പഠിക്കും, ഹോംവർക്ക് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്ത് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പം ഇരുന്ന് പഠിപ്പിക്കാറില്ല. അവർ സംശയമുള്ളത് പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു ശീലം അവരിൽ വളർത്തിയെടുത്താൽ നമ്മളെല്ലാതും മക്കൾക്ക് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ആ മക്കൾ കേടുവരികയാണ് ചെയ്യാറ് സാധാരണ. എല്ലാതും പാൻറ് ഇട്ട് കൊടുക്കാനും ഷർട്ട് ബട്ടൺസ് ഇട്ട് കൊടുക്കാനും ടൈ കെട്ടി കൊടുക്കാനൊക്കെ നമ്മൾ ഒപ്പം നിന്നാൽ ആ മക്കൾ എന്ത് ചെയ്യും, കാലാകാലം അത് അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഉമ്മ വരും ഉപ്പ ചെയ്ത് തരാൻ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കട്ടെ, നമ്മളെയും കാത്തു നിൽക്കട്ടെ. അവരായിട്ട് സ്വന്തമായിട്ട് ഒന്നും ചെയ്യില്ല. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അതിനുള്ള പ്രാക്ടീസ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, അവരെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിപ്പിക്കണം കേട്ടോ. അവർക്കും നല്ലതാണ്, നമുക്കും നല്ലതാണ് കേട്ടോ. അവരുടെ ഭാവി ജീവിതത്തിനും നല്ലതാണ് കേട്ടോ. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഉപ്പമാരും ഉമ്മമാരൊക്കെ നമ്മളെ എങ്ങനെ വളർത്തിയെന്ന് വെച്ചാൽ ആദ്യം അവർ അടി തരലാണല്ല. ഏതൊരു കാര്യത്തിൽ പറഞ്ഞ കേട്ടില്ല, ഒന്നും ചീത്ത അല്ലെങ്കിൽ അടി, രണ്ടാലൊന്നാണ് പണ്ടത്തെ പേരൻസിൻ്റെ രീതി അല്ലേ. അവർ മക്കളെ മാനേജ് ചെയ്തിൻ്റെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളോട് അത് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് വാശി മുന്നിലാണ്. അവർ പല വാശിയും
കാണിക്കും നമ്മളോട് അല്ലേ. പെട്ടെന്ന് വയലൻ്റ് ആവും ഇപ്പോഴത്തെ മക്കളല്ല. അപ്പോൾ ഇപ്പോഴത്തെ പേരൻസും അതിനനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പേരൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്ലിയാണ് മക്കളായിട്ട്, കുട്ടികളായിട്ട് അല്ലേ. ഇപ്പോൾ നമ്മളൊക്കെ ആയാലും ഇപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടല്ലേ കുട്ടികളെ കൂടെ നമ്മൾ കളിക്കുന്നുണ്ട്. ചില സമയങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഒരു പ്രഷറിലിരിക്കണം, എന്ത് ടെൻഷനിൽ എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ അടക്കി പിടിച്ച ദേഷ്യത്തിൽ ആരോടെങ്കിലൊക്കെ ഉള്ള ദേഷ്യമൊക്കെ വരുമ്പോൾ നമ്മൾ മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോഴെന്നോ പെട്ടെന്ന് ആ ദേഷ്യം തീർക്കാൻ നമ്മൾ കുട്ടികളോട് വയ്ക്കാറല്ലേ. അപ്പോൾ അത് ആ ഒരു ദേഷ്യം നമ്മൾ മക്കളോട് കാണിക്കരുത് കേട്ടോ. കാരണം അത് മക്കളെ മനസ്സിൽ വല്ലാതെ അത് ബാധിക്കും. അത് ഭാവിയിൽ പല പ്രശ്നങ്ങളും മക്കൾക്ക് മാനസികമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവരുടെ സ്വഭാവത്തിൽ അത് ആ മാറ്റം വരുത്തും. കാരണം അതിനെപ്പറ്റി പറയണ ഒരുപാട് പറയാനുണ്ട്. എന്ന് വെച്ചാൽ മക്കളെ ഈ അടിച്ച് വളർത്തുന്ന മക്കളുണ്ടല്ലേ, അടിച്ച് വളർത്തണം ഒന്നുണ്ടെങ്കിൽ ഒലക്കൊണ്ട് അടിക്കുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ വെറുതെ കേട്ടോ. ഈ അടിച്ച് വളർത്തുന്ന മക്കൾക്ക് സെൽഫ് കോൺഫിഡൻസ് തീരെ ഉണ്ടാവില്ല കേട്ടോ വലുതായാൽ. കാരണം അവർക്ക് എല്ലാത്തിൻ്റെ പേടിയേക്കരം, അടി കിട്ടുമെന്നുള്ളൊരു പേടിയേക്കരം, ആരെ മുന്നിൽ എന്ത് പറയാനോ ഒരു ധൈര്യക്കുറവ് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യരുത്. എന്തെങ്കിലും തെറ്റ് കണ്ടാലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കേട്ടോ. പിന്നെ ആവർത്തിക്കുമ്പോഴാണ് ലാസ്റ്റ് ഫൈനലൊക്കെ അടി കൊടുക്കരുത് കേട്ടോ. ആദ്യം തന്നെ ചെന്ന് കണ്ട് ടപ്പ് പറഞ്ഞൊരു അടി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ മക്കളെ കൂടെ എന്ത് ചെയ്യുക, കുറച്ച് സമയമൊക്കെ അവരെ ഒരു കളിയിൽ നമ്മൾ ഏർപ്പെടും കേട്ടോ. ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മേൽനോട്ടട വേണം. നമ്മൾ പറ്റ മെയിൻ ചെയ്യാതിരിക്കരുത്, അപ്പോൾ കുട്ടികളെ പറ്റ പോകും. നമ്മളൊരു ഫോളോ അപ്പ് എപ്പോഴും കുട്ടികളെ സൈഡിൽ ഉണ്ട്, നമ്മളവിടെ നോക്കുന്നുണ്ട് എന്നുള്ളൊരു ആ ഒരു ബോധം കുട്ടികൾക്ക് വേണം. നമ്മൾ ശ്രദ്ധിക്കും കേട്ടോ. പിന്നെ അപ്പോൾ ഈ എല്ലാവരും പറയുന്നത് നമുക്ക് ദേഷ്യം വരുന്നത് ഈ കുട്ടികളുടെ കളി കാണുമ്പോൾ, വികൃതി കാണുമ്പോൾ എന്തെങ്കിലും പിന്നെ വീട്ടിലെ സാധനങ്ങൾ എടുത്ത് അവരിലേക്ക് ഓവറായിട്ട് ഗെയിം കളിക്കുക, മൊബൈൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താവും ദേഷ്യം പിടിച്ച് നിർത്താൻ കഴിയില്ല അല്ലേ. ആ സമയത്തായിക്കാരം നമ്മളെ ആ ഒരു പ്രഷറും കൂടി നമ്മൾ കുട്ടികളെ മുകളിലേക്ക് എടുക്കലും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പെട്ടെന്ന് വരുന്ന ദേഷ്യം ഉണ്ടല്ലോ, അത് നമുക്ക് അടക്കി നിർത്താൻ കഴിയണം. അപ്പോൾ നമ്മൾ ഇസ്ലാംപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ, നമ്മൾ മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ പറയുന്നത് ദേഷ്യം വരുമ്പോൾ നമ്മൾ സ്വലാത്ത് ചെല്ലാണ് പറഞ്ഞല്ലേ. അപ്പോൾ അങ്ങനെ കഴിയുന്നവർ 10 സ്വലാത്ത് മനസ്സിൽ അങ്ങനെ ചെല്ലിയാൽ നമ്മൾ ദേഷ്യം എന്താവും അങ്ങനെ മെല്ലെ മെല്ലെ അതുകൊണ്ട് കുറഞ്ഞു പോകും. അപ്പോൾ ആ കുട്ടികളോട് കാണിക്കുന്ന ദേഷ്യത്തിൽ ഒരു കുറവ് വരും. പിന്നെ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ യോഗ ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുന്നേ കുറച്ചൊരു യോഗൻ്റെ സ്റ്റെപ്പൊക്കെ പഠിക്കാൻ വീട്ടിൽ നിന്ന് ചെയ്യാന്നുള്ള രീതിയിൽ കുറച്ച് സ്റ്റെപ്പൊക്കെ പഠിച്ചത് വീട്ടിൽ ചെയ്യാറുണ്ട് കേട്ടോ. അതിൻ്റെ മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ശരീരത്തിനായാലും മനസ്സിനായാലും. അപ്പോൾ അതിലൊക്കെ പറഞ്ഞത് നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എന്താ ഡീപ്പ് ബ്രീത്ത് എടുക്കാനാണ് പറയുന്നത് കേട്ടോ. ഡീപ്പ് ബ്രീത്ത് പറയുമ്പോൾ ഇങ്ങനെ ചമ്രം പടിഞ്ഞൊക്കെ ഇരിക്കണം കേട്ടോ. അതിൻ്റെ ഇങ്ങനെയൊക്കെ നമ്മൾ ചമ്രം പടിഞ്ഞിരുന്നിട്ട് കുട്ടികളെ മുന്നിൽ ഇങ്ങനെ ഒന്ന് പോയി ഇരിക്കേണ്ട ആവശ്യമില്ല, സാധാ പോലെ ഇരുന്നാൽ മതി. അവർ പറയുന്നത് അത് കറക്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ സാധാ പോലെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ദീർഘശ്വാസം എടുക്കുക. ഇങ്ങനെ ഈ ഒരു ശ്വാസം എടുക്കുന്ന സമയം കൊണ്ട് എന്താവും, നമ്മൾ ആ ദേഷ്യത്തിലൊരു കുറവ് വരും. ആ ഒരു ഗ്യാപ്പ്, ആ ദേഷ്യത്തിൻ്റെ പെട്ടെന്നുള്ള പൊട്ടിത്തരുണ്ടല്ലോ, അതൊന്ന് അടക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐഡിയൊക്കെ ഉപയോഗിക്കുന്നത്. ദീർഘശ്വാസമായാലും നമ്മൾ സ്വലാത്തായാലും എന്തായാലും ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ വേറെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ, മനസ്സിന് സമാധാനം കിട്ടുക വേറെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താവും, നമ്മൾ ആ ദേഷ്യത്തിൻ്റെ കുറവ് വരും. അപ്പോൾ നമ്മളോട് മക്കളോട് പെട്ടെന്ന് പ്രതികരിക്കാൻ പോകില്ല, പെട്ടെന്ന് ദേഷ്യത്തിൽ പ്രതികരിക്കാൻ പോകില്ല. നമുക്ക് ആ പ്രതികരണത്തിന് എന്തുണ്ടാവും, ഒരു അയവുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ നമുക്കൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ കുട്ടികളെ കൊണ്ട് കിടങ്ങാറായി ബുദ്ധിമുട്ടായി എന്നൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് സത്യത്തിൽ കുട്ടികളുള്ളതാ രസം. അവരാ കളിയും ചേരും. ആ കുട്ടികൾ വികൃതി ഇല്ലാതെ മക്കളെ എങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. കുട്ടികളായി വികൃതി ഉണ്ടാവും, കാരണം അവർ കുട്ടികളാണല്ലേ. അപ്പോൾ നമ്മൾ വലിയവരതിനനുസരിച്ച് ദേഷ്യപ്പെട്ട് നടന്നാലും ശരിയാവില്ല. അപ്പോൾ ഒക്കെ എന്നിങ്ങനെ ചെറിയൊരു ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് ഒന്ന് വെറുതെ ഒന്ന് ഒരു പുറത്ത് പോകാണ്ടിട്ടാ അസൊക്കെ വിട്ടിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടികളെ കൂട്ടി ഒന്ന് ഒരു ദിവസമാണ് ഞായറാഴ്ചയല്ലേ. അപ്പോൾ ഒന്ന് കോഴിക്കോട് വരെ ഒന്ന് പോയിട്ട് വരാം. ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ കാണിച്ചിട്ടാ കോഴിക്കോട് വരെ പോയി വരുന്നതൊക്കെ. ഫുള്ളായിട്ടൊന്നും കാണിക്കണില്ല, ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ കാണിക്കട്ടെ. അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിച്ചണിൽ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് നോക്കിയപ്പോൾ നമ്മളെ താത്താർ എല്ലാവരും കൊണ്ടാകുമ്പോൾ പിന്നെ താത്താരൊക്കെ ഉണ്ടാവും ഭക്ഷണം ഉണ്ടാക്കാനിട്ടാ. അപ്പോൾ പിന്നെ നമുക്കൊന്നും അറിയണ്ട, ചെന്ന് കഴിച്ചെടുത്താൽ മതി. ജിയാൻ ബേബിക്കുള്ള കഞ്ഞി ഇത് മിക്സിയിൽ അടിക്കുന്നുണ്ട്. നമ്മളെ നാടൻ ചിക്കൻ ഫ്രൈ, ഇതൊരു വൈബനാണല്ലേ. നാടൻ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടായാലും അതൊരു രസമാണല്ലേ. അതിങ്ങനെ ഒറ്റയ്ക്ക് തിന്നാനും രസമാണ്, കൂട്ടത്തിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ രസമാണ്. ബിരിയാണി ദമ്മാക്കിയിട്ടുണ്ട് ഇവിടെ. പിന്നെന്താ, ഞണ്ട് മസാലയൊക്കെ ഉണ്ട്, ഞണ്ട് വെള്ളത്തിൽ കിടക്കുകയാണ്. ഈ സാധനം മുട്ടിപ്പൊളിക്കാൻ കുറച്ച് പണിയാണ്, എന്നാലും കഴിക്കാനും അതേപോലെ തന്നെ പണിയാണ്. നല്ല രസമാണ് കേട്ടോ. ഇതിപ്പോൾ എന്താ അറിയോ, ഇത് നമ്മളെ ഈന്തുണ്ടല്ലോ, ഈന്തും പൊടി എന്നറിയല്ലോ, ആ സംഭവം കേട്ടോ. അത് വൈകുന്നേരത്തേക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കണ്. ഇപ്പോൾ തന്നെ രാവിലെ തന്നെ ഉണ്ടാക്കി പണിയൊക്കെ തീർക്കണ് കിച്ചണിൽ. അപ്പോൾ അതിങ്ങനെ പൊടിയാക്കിയിട്ട് എന്താ വെള്ളത്തിലിട്ടുകാണ്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ബീഫൊക്കെ ഇട്ടുകാണ്ട് ഉണ്ടാക്കാറുള്ളത് കേട്ടോ.
അപ്പോൾ അതൊരു വൈക്ക് ഇങ്ങനെ കിച്ചൻ പരിപാടിയൊക്കെ ഒരു വൈക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നു. പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. എല്ലാവരും കൂടെയൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ആ വീഡിയോ എടുക്കാനൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം എല്ലാവർക്കും അതൊരു ഇഷ്ടമായി വരില്ല. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി വരില്ല എന്ന്. അപ്പോൾ ഞാൻ ഏതായാലും ഭക്ഷണമൊക്കെ കഴിച്ച് കുട്ടികൾക്കും കൊടുത്ത് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉച്ച സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്. നേരെ കോഴിക്കോട്ടേക്ക് വിട്ട് ഞാനും കുട്ടികളെ ബസ്സും കൂടി പോകുന്നു കേട്ടോ. ഷോപ്പിങ്ങിലൊന്ന് കയറാനുണ്ടായിന്. മോനെ ഷർട്ട് എടുത്തിന് 2 ദിവസം മുമ്പ് ഷോപ്പിങ്ങിൽ ഉമ്മാൻ്റെ കൂടെ വന്നിട്ട് വീട്ടിലെത്തിയപ്പോൾ അവനക്ക് ആ ഷർട്ട് വലിയ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അതൊന്ന് മാറ്റിക്കാം. പിന്നെ വേറെ 1-2 പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വെച്ചിട്ടാണ് വന്നത് കേട്ടോ. ഷോപ്പിങ്ങിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഇത് എന്താ പറയുക മിഠായിൻ്റെ ഒരു സൈഡ് തന്നെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിമൊക്കെ ചൂണ്ടി കാണിച്ചിരിക്കുന്നു മോള്. അപ്പോൾ അതാ അവനക്കുള്ള ഷർട്ട് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാറ്റിച്ചാൾ കൊടുത്തിട്ടുണ്ട്. ചെറിയാളുടെ താഴത്ത് കൊടുത്തുകൊണ്ട് ഞങ്ങൾ മുകളിൽ ഇത് ഇങ്ങനെ തിരയാൻ കേട്ടോ. കുറേ ഞാനെടുത്ത് സെലക്റ്റാക്കി കൊടുത്തു. ഒന്നും എനിക്ക് പറ്റണില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാവും എന്തെങ്കിലുമൊക്കെ ഒന്നാണ് സെലക്റ്റാക്കി കിട്ടുക എന്നുള്ളത് കേട്ടോ. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ചെറിയ മക്കൾക്കാണെങ്കിൽ പ്രശ്നമില്ല. ഓർക്ക് നമ്മൾ ഏതെങ്കിലും എടുത്താൽ ഓരോ ഇട്ടുകാണ്ട് പോയിക്കോളും. ഇപ്പോൾ നോക്കാറായിട്ടില്ല. ഇവനക്കിപ്പോൾ അതല്ലല്ലോ പ്രായം. അവനക്കിപ്പോൾ അവൻ്റേതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം കൂടി ഒന്നും ജോയിൻ്റ് ആയി കിട്ടുന്നില്ല. കുറേ നേരം തിരഞ്ഞു കേട്ടാ. അത് ലാസ്റ്റ് ഒരു വൈറ്റ് ഷർട്ട് കിട്ടി. അതിട്ട് പോന്നു. അത് 4-5 കൈക്കെ പിടിച്ച് ട്രയൽ റൂമൊക്കെ പോകുന്നുണ്ട്. എല്ലാതും കുറേ ഇട്ട് വെക്കും. കുറേ അവിടെ ഇട്ടുകാണ്ട് പോരും. അത് ശരിയായിട്ടില്ല, ഇത് ശരിയായിട്ടില്ല, അത് ലൂസാണ്, ഇത് ഫിറ്റിംഗ് അല്ല, അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് പോരും തന്നെയാണ് കേട്ടോ. അവസാനം ഞാനവിടെ സോഫയിൽ പോയി ഇനി ഏതെങ്കിലും എടുത്തോ പറഞ്ഞിട്ടാ. സജയൊക്കെ മെല്ലെ മുങ്ങി കേട്ടാ. ഇനി ലാസ്റ്റിക്ക് വരും എടുത്താന്ന് ചോദിച്ച് കണ്ടിട്ട് കാണാതെ നമ്മൾ. അപ്പം ഞാൻ പോലും 2 കൂടി നോക്കട്ടെ. കുറേ ഞാൻ നോക്കി കുഴങ്ങിയിരുന്നു. അങ്ങനെ അത് ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് ഷർട്ട് എടുത്തുനിന്ന് വൈറ്റ് ഷർട്ടൊക്കെ എടുത്ത് ബില്ലൊക്കെ ആക്കിയതിന് ശേഷം മക്കൾ പാപ്പാനെ ഉന്തി കൊണ്ടുകൊണ്ട് കൊടുക്കാറ് ഹൈലൈറ്റ് മാൾ കെട്ടാം. കുട്ടികൾക്ക് ഇവിടെ കോഴിക്കോട് വന്നാലും മാളിലൊന്ന് കയറണം. അവിടെ ആ ഗെയിം സെൻറ്ററിലൊന്ന് കളിക്കണം. അതൊക്കെയാണ് ഓരോ പരിപാടി ഇട്ടാ. അപ്പോൾ അതിന് വേണ്ടി പിന്നെ ഫുഡ് കോർട്ടിൽ കയറിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ വാങ്ങി കഴിക്കണം. അതൊക്കെ ഓൽക്കുള്ള ഇഷ്ടങ്ങൾ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. ബീച്ചിൽ പോകാനൊന്നും ആർക്കും താല്പര്യം ചേട്ടാ. ബീച്ചിൽ എനിക്ക് വലിയ താല്പര്യം ചേട്ടാ. ഒന്നായിട്ട് എന്താ പറയുക മണലൊക്കെ കാലുമിലേക്കാണ്ട് ആ ഒരു വൃത്തിയിടാവും. പിന്നെ കുട്ടികളാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര തിരക്ക് വയ്ക്കാരം. അപ്പോൾ അതിന് അധികം ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരലിട്ടാ. അപ്പോൾ നമുക്ക് പിന്നെ വൈകുന്നേരമായിട്ടുള്ള കേട്ടോ. മരുമിൻ്റെ ഒക്കെ സമയമാണ്. അപ്പോൾ ലേറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാച്ചിട്ട് ഇങ്ങനെ പിന്നെ കുറച്ച് എന്താ പറയുക സ്ട്രൈപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ജ്യൂസല്ല എന്തോ ആ സാധനത്തിന് എന്തോ സുന്ദര സുലൈമാനിയാണ്. അതൊക്കെ വാങ്ങി ഇങ്ങനെ ഓരോന്ന് കഴിച്ചിട്ട് പിന്നെ അവർ ഗെയിം സെൻറ്ററിലേക്ക് പോകണം തന്നെ തല്ലുവിട്ട് കേട്ടോ. അങ്ങനെ ഫുഡ് ലേറ്റായിട്ടൊക്കെ ഒന്ന് കഴിച്ചതിന് ശേഷം പിന്നെ ജമ്പിങ്ങിൻ്റെ സെക്ഷനൊക്കെ പോയത് കേട്ടോ. ഇപ്രാവശ്യം ജമ്പിങ് ആൾക്കാർ വെച്ചിട്ടാ. ബില്ലൊക്കെ അടിച്ച് മൂപ്പര് പോയിട്ടാ. മൂപ്പര് നിസ്കരിക്കാൻ ഇപ്പോൾ പള്ളിയിൽ പിന്നെ പുറത്ത് പോയി ചാടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് മെല്ലെ മുങ്ങി. ഞാനും കുട്ടികളോട് ഇരുന്നിട്ടാ. അതുപോലെ ചാട്ടം ഞാൻ പറയാം പൈസയും കൊടുത്തുകാണ്ട് വെറുതെ 1 മണിക്കൂറിന് പൈസയും കൊടുത്തുകാണ്ട് നിന്ന് ചാടുക. മക്കളെ കളിയാണ് ഇപ്പോൾ അത്. എന്തല്ലേ അതുപോലെ ചാട്ടം കണ്ട് ഞാൻ അങ്ങനെ കുറേ നോക്കിയിരുന്നു. വല്ലാത്തൊരു കളി തന്നെയാണ്. ചാടിപ്പോൾ നല്ല ഉഷാറിന് കേട്ടോ. ഒരു ചാടി കഴിഞ്ഞാണ്ട് പുറത്തിറങ്ങിയപ്പോൾ ആകെ ക്ഷീണിച്ച് കിട്ടും. ഓരോരുത്തർക്ക് നടുവേദന, കാല് വേദന, അവിടെ വേദന, ഇവിടെ വേദന എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നന്നായി അറിഞ്ഞു. അല്ല അപ്പോൾ എന്താ പറയാൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നിട്ട് അന്ന്. പിന്നെ രാത്രിയത്തൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.